ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അവസാന ഭാഗങ്ങൾ താങ്കളും ശ്രദ്ധിച്ചിരിക്കും. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള എത്രത്തോളം സപ്പോർട്ടാണ് ലഭിക്കുന്നത്, അതനുസരിച്ചാണ് അവർ ഈ പ്രവൃത്തിയുടെ തീവ്രതയും ഗൗരവവും കുറയ്ക്കാൻ ശ്രമിച്ചതും നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകപ്പെടാതെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ ശ്രമിച്ചതും എന്നൊക്കെയുള്ളത്. അതായത് രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായി തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിന്റെ തുടക്കം മുതൽ തന്നെ CPM നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ ഇടപെടലും ഈ കാര്യത്തിൽ വ്യക്തമായിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോകുന്ന പ്രതികളുടെ കൂടെ പോകുന്ന CPM പ്രാദേശിക നേതാവ്, അതോടൊപ്പം ഇഴഞ്ഞു നീങ്ങുന്ന പോലീസിന്റെ സമീപനം, ഇതൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഗവർണറുടെ ശക്തമായ ഇടപെടലും ഒപ്പം കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് CBIയിലേക്ക് കൈമാറുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് ഒരു കാരണവശാലും വച്ചുപൊറുപ്പിക്കാൻ പാടുള്ളതല്ല, ഇനി തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന്. പക്ഷേ ഭരണകൂടം തന്നെ ഇതിന് നേതൃത്വം നൽകുമ്പോൾ, അല്ലെങ്കിൽ ഭരണവർഗ പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെ ഇവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഇതെങ്ങനെ തുടച്ചു നീക്കാൻ സാധിക്കും വരും കാലങ്ങളിലും എന്നുള്ളതാണ്. ഇപ്പോഴേ നമ്മൾ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യേണ്ടത് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ റിപ്പോർട്ടാണ്, അതിന്റെ നിയമപരമായ സാധുത. ഞാൻ നേരത്തെ VC സസ്പെൻഡ് ചെയ്ത സെക്ഷൻ 9 ആദ്യ ഭാഗം ഞാൻ വായിച്ചായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്, ബിഫോർ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ബൈ എൻക്വയറി ബൈ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട്. അതായത് ഗവർണർ ഇങ്ങനെ ഒരാളിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ സെക്ഷൻ 9 അനുസരിച്ച് അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ജഡ്ജി അന്വേഷിച്ച് ഇത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കണം. ഇത് അതിനുശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഇപ്പൊ ആ കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇതായിരുന്നു ഇതിനകത്തുള്ള നിയമപരമായ ഒരു വൈരുദ്ധ്യം അതിനകത്തുള്ളത്. ആദ്യം ചെയ്യേണ്ടത് ചെയ്തില്ല ഒന്നത്. പിന്നെ VCയുടെ പല നിലപാടുകളും കേരളത്തിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ മേഖല വളരെ കൂടുതൽ തകർത്തതിനകത്ത് ഗവർണർക്ക് പ്രത്യേകിച്ചൊരു അധികാരമുണ്ട്. അല്ല, നിയമപരമായി താൻ സസ്പെൻഷനിലാകേണ്ടത് ഏത് വിധേനയാണ് എന്നുള്ളത് VCക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ 3 ദിവസം ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ഒടുവിൽ മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ താൻ ആ ക്യാമ്പസിലേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ലാഘവത്വം ആ VCക്ക് എത്രത്തോളം ഉതകുന്നതാണ്. അതുമാത്രമല്ല, മരണവിവരം യഥാസമയം വീട്ടിൽ അറിയിച്ചില്ലേ എന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ യാതൊരു വികാര വിക്ഷോഭവും കൂടാതെ നിന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡീനിന്റെ നടപടി, ഇതൊക്കെ ഈ ന്യായ വ്യവസ്ഥയ്ക്കുമൊക്കെ മുകളിലാണോ? ഞാനൊന്ന് പറയട്ടെ രോഹിണി, ഞാൻ തുടക്കത്തിൽ ഞാൻ പറയുമ്പോൾ ഇന്റർഫിയർ ചെയ്യരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ തുടക്കത്തിലേ പറഞ്ഞു, എന്നിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ, എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ, ആ ഡ്യൂട്ടി ഞാൻ ഡിസ്ചാർജ് ചെയ്യാതെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അറിഞ്ഞില്ല. ഇഗ്നറൻസ് അത് എക്സ്ക്യൂസബിൾ അല്ല, പണിഷബിൾ ആണ്. വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ നിന്നോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നോ വൈസ് ചാൻസലറും ഡീനും അസിസ്റ്റന്റ് വാർഡനും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് ലേബിളാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി ഡീവേറ്റ് തുടക്കത്തിലേ പറഞ്ഞു, അവർ പരിപൂർണമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് നിയമപരമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ വൈസ് ചാൻസലർമാര് മാറ്റുകയും അതുപോലെ തന്നെ അവർക്ക് സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗവർണറുടെ അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ളൊരു കൈകടത്തലാണ്. ഇത് ആദ്യമായിട്ട് വന്നത് മറ്റു പല ചർച്ചകളും ഞാൻ പറഞ്ഞു. 2013 ഗുജറാത്തിൽ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു VCയെ നിയമിച്ചു. അത് ആ സെർച്ച് കമ്മിറ്റിക്ക് വിരുദ്ധമായിട്ട് UGC പറഞ്ഞിരുന്നു. അതിനെതിരെ സുപ്രീം കോടതി, അതാണ് ആദ്യമായിട്ട് വന്ന വിധി. ആ വിധി വെച്ചാണ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സെർച്ച് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കണം, സെർച്ച് കമ്മിറ്റി കൃത്യമായി രൂപീകരിച്ചില്ലെങ്കിൽ അതിനുണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, ആ വിധിയാണ് കേരള ഹൈക്കോടതിയിൽ, ഇന്ത്യയിലെ ഹൈക്കോടതികളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത്. 2013 അന്ന് ഗുജറാത്തിലെ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിൽ ഈ VCയെ നിയമിച്ചതിന്, ആ VCയെ നിയമനം സുപ്രീം കോടതി സെറ്റ് ചെയ്തിട്ട് അതിന് അർഹതപ്പെട്ട ആളിന് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ സെർച്ച് കമ്മിറ്റി നിയമിക്കുന്നത് ശരിയാണ്, അതിന് പ്രത്യേക ചില രീതികളുണ്ട്. അതിന് വിരുദ്ധമായിട്ടായിരുന്നു അവിടുത്തെ സെർച്ച് കമ്മിറ്റി. കേരളത്തിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ്. പക്ഷേ ഗവർണർക്ക് ഒരിക്കലും നേരിട്ട് VCയെ നിയമിക്കാൻ അർഹത പറയുന്നില്ല. ഇതൊന്നല്ല, ആരെയും നിയമിക്കാനില്ല. ഗവൺമെന്റ് ശുപാർശ ചെയ്യണം. പക്ഷെ ഗവൺമെന്റ് ശുപാർശ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് കമ്മിറ്റി നിയമപരമായി രൂപീകരിച്ച്, അതും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആക്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, UGC ആക്ടിൽ എങ്ങനെയായിരിക്കണം സെർച്ച് കമ്മിറ്റി വരേണ്ടത്.
ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് 3 പേരുടെ പേര് കൊടുത്താൽ അതിൽ നിന്ന് ഗവർണർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കുക, അത് മാത്രമേ പറയുന്നു. അല്ല, ഗവർണർക്ക് തോന്നുന്ന ആരെങ്കിലും വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ UGC ആക്ടിനകത്ത് എങ്ങും പറയുന്നില്ല. സെർച്ച് കമ്മിറ്റി UGC ആക്ടിന് വിധേയമായിരിക്കണം. അതിന് തെറ്റ് വന്നാൽ അദ്ദേഹത്തിന് അത് റിജക്ട് ചെയ്യാം, ആ 3 പേരെയും എടുക്കാതിരിക്കാം. പക്ഷേ 4ാമതൊരാളിനെ എടുക്കാൻ അധികാരമില്ല. അതിന്റെ പേരിൽ ആ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാനുള്ള അധികാരമില്ല. ഇവിടെ പല വൈസ് ചാൻസലർമാരെ അദ്ദേഹം പിരിച്ചുവിട്ടു, റെസിഗ്നേഷൻ ലെറ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പലരും അതിനെതിരെ ഹൈക്കോടതി പേരിൽ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. സെനറ്റിൽ നിന്ന് ചില ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇദ്ദേഹം നിയമിച്ച പലരെയും സെറ്റ് അസൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഗവർണർ നിയമിച്ച ചിലരെയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സെറ്റ് അസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിന്റെ നിയമസാധുത ആദ്യം ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാതെ 2ാമത് ചെയ്തു. അതാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അതിന്റെ അപ്പീൽ പോയിരിക്കുന്നത്, VC പിരിച്ചുവിട്ടത്. ഞാൻ ആ ഭാഗത്ത് തന്നെയാണ്. ഇവർക്ക് 3 പേർക്കെതിരെ ഞാൻ പറയുന്ന ക്രിമിനൽ ലയബിലിറ്റി മാത്രമല്ല, സിദ്ധാർത്ഥന്റെ വീട്ടുകാർ കുറച്ച് പൈസ കൊടുത്താലൊന്നും ആ നഷ്ടം ഒരിക്കലും നികരുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും പക്ഷേ അതല്ല ചോദ്യം ശ്രീ ബൽദേവ്. ഇത്തരത്തിൽ ഈ VC-മാരെയും ഡീനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളതാണ് വിഷയമായി വരുന്നത്. അതായത് ഈ ഗവർണറുടെ സെർച്ച് കമ്മിറ്റിക്ക് സമാന്തരമായി മറ്റൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണറുടെ നോമിനിയെ വയ്ക്കാതെ തങ്ങളുടേതായിട്ടുള്ള താല്പര്യക്കാരെ മാത്രം വച്ചുകൊണ്ട് ഇങ്ങനെ സർവകലാശാലകൾ കീഴടക്കി ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള സിദ്ധാർത്ഥന്മാർ ഇനിയും ഉണ്ടാകും. അവിടെയാണ് ആശങ്ക. ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ശരി ഗവർണറെ നമുക്ക് ഒഴിവാക്കാം. ശ്രീ ബൽദേവ്, ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ നിലവിലുള്ള VC-യെയും ഡീനെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടാണല്ലോ പ്രാദേശിക CPM നേതൃത്വം സ്വീകരിച്ചത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിരുന്നല്ലോ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി ഞാൻ അതിലേക്ക് വരെ ഞാൻ പറഞ്ഞോട്ടെ, അവിടെയാണ് ചോദ്യം. ഞാൻ എന്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഞാനിവിടെ സംസാരിച്ചിരുന്നുണ്ട്, അതൊക്കെ മറുപടി പറഞ്ഞിട്ട് ഞാൻ രോഹിന്റെ ചോദ്യത്തിലേക്ക് വരാം. പിന്നെ ഷിബു ഇവിടെ പറഞ്ഞു അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്തു. ഈ പരീക്ഷ എഴുതാനുള്ള അനുവാദത്തിന് വേണ്ടി അവർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കേസ് നടത്തുന്നത് കേരള ഗവൺമെന്റ് അല്ല, CBI ആണ്. അതിനെ പരിപൂർണമായിട്ട് എതിർക്കേണ്ടത് CBI ആണ്. ഒന്ന്, ഇനി CBI എത്ര എതിർത്താൽ പോലും ഏത് ഹൈക്കോടതിയും അനുവാദം കൊടുക്കുക, എന്തൊക്കെ തെളിവുകൊണ്ടിരുന്നാലും. കാരണം അത് അവരുടെ ഒരു റൈറ്റ് ആണ്. ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം വടക്കേ ഇന്ത്യയിൽ 36 കേസ്, കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുമൊക്കെ ഉള്ള പ്രതികൾ. നമ്മളെല്ലാവരും സ്ത്രീത്വമൊക്കെ വായിച്ചാണ് ഫോട്ടോസ് ചെയ്തപ്പോൾ അയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അയാൾക്ക് കോടതി അനുവാദം കൊടുത്തു വിവാഹം കഴിക്കാനായിട്ട് 7 ദിവസം അദ്ദേഹത്തിന് പ്രത്യേക അനുവാദം കൊടുത്തു. അത് ഒരു വ്യക്തിയുടെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന റൈറ്റ് ആണ്. പ്രതി ആയതുകൊണ്ട് പരീക്ഷ എഴുതാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കിടക്കുന്ന ഒരു പ്രതിക്കാണ് വടക്കേ ഇന്ത്യയിൽ ഡൽഹി ഹൈക്കോടതി അനുവാദം കൊടുത്തു. വിവാഹം നടത്തി ഒരാഴ്ച ജയിലിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ സംശയമുണ്ട് ശ്രീ ബൽദേവ്. റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് എടുത്തു കഴിയുമ്പോൾ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അതിനുള്ളിൽ പരീക്ഷ എഴുതാനുള്ള അനുവാദം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അത് കോടതിയല്ലേ കൊടുത്തത്, യൂണിവേഴ്സിറ്റി അല്ലല്ലോ കൊടുത്തത്. ഇതിനകത്ത് കേരള ഗവൺമെന്റിന് ഇപ്പോൾ ഈ കേസ് നടത്തുന്നത് CBI ആണ്. CBI നടത്തുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ഗവൺമെന്റ്. നമുക്കറിയാലോ CBI കേരള ഗവൺമെന്റ് കീഴിൽ വരുന്നതല്ല. ആ CBI ആണ് അതിനെ ഒപ്പോസ് ചെയ്യേണ്ടത്, തെളിവുകൾ ഹാജരാക്കേണ്ടത് എല്ലാം CBI തന്നെയാണ്. അപ്പോൾ അതിന് അങ്ങനെ അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത് CBI ഉദ്യോഗസ്ഥരാണ്. അത് ഗവൺമെന്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ CBI അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ഫെബ്രുവരി മാസം 18-ാം തീയതി ഈ സംഭവം നടക്കുന്നു. 22-ാം തീയതി 12 കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് വരെ നടപടിയായിട്ട് പോയത്. ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട പ്രിന്റ് പറഞ്ഞൊരു കാര്യം, SFIക്കാർ ശരിയാണ്, SFIക്കാർ പല കാമ്പസുകളിലും അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഘടകകക്ഷികൾ തന്നെ അതിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ AVP-ക്കാരെ ഒന്നും അങ്ങനെ ന്യായീകരിക്കുക, അക്രമത്തിന് AVP-ക്കാരും ഒന്നും മോശമല്ല. 1978 കൊല്ലം ശ്രീനാരായണ കോളേജിൽ ശ്രീകുമാർ എന്ന SFI പ്രവർത്തകനെ AVP-ക്കാർ കുത്തിക്കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിന്ന ഒരാളാണ് ഞാൻ. ആ കേസൊക്കെ പിന്നെ ഇപ്പോഴും ശ്രീകുമാർ തന്നെ അവർ ജനുവരി 4-ന് നടത്തുന്നു. കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ SFI പക്ഷേ ഇപ്പോഴും താങ്കൾ ഈ CPM ഉന്നത നേതൃത്വം എങ്ങനെ ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം മറുപടി പറയുന്നില്ല. അല്ല, ഞാൻ VC-യിലും ഡീനിലും ഒക്കെ മാത്രമായിട്ട് ഒതുക്കി തീർക്കുകയാണ്. ഇവർക്ക് ആരാണ് പുറത്തുനിന്ന് ഇത്രയധികം അനുകൂല നിലപാടുണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അല്പം സമയക്കുറവുണ്ട്.